നിങ്ങൾ അവരെ എത്ര സ്നേഹിച്ചു എന്നതിലല്ല, എത്രമാത്രം മനസ്സിലാക്കി എന്നതിലാണ് കാര്യം. എത്ര സ്നേഹമുള്ളവരായാലും അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ അകൽച്ച ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കരുത്. സഹായം ചോദിക്കുമ്പോഴുണ്ടാകുന്ന മനോഭാവമായിരിക്കില്ല പലർക്കും അത് തിരിച്ചു നൽകേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്നത്. നിങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സംസാരിക്കുന്ന രീതി, സമയം, സ്ഥലം. കടലാസ് തോണിയിലെ യാത്രക്കാരാകാതിരിക്കുക. സ്വപ്നങ്ങൾ കാണുമ്പോൾ യാഥാർത്ഥ്യബോധത്തോടെ കാണാൻ ശ്രമിക്കുക. സ്വപ്നത്തിൽ കാണുന്ന നിറങ്ങളൊന്നും ജീവിതത്തിനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത്. സ്വപ്നങ്ങൾ തോന്നുകയും മായുകയും ചെയ്യുന്ന മനസ്സിൻ്റെ ചാഞ്ചല്യങ്ങളാണ്. എന്നാൽ ജീവിതം അതിൻ്റെ നിയോഗങ്ങൾ അനുഭവിച്ചേ പറ്റൂ. ചുറ്റുമുള്ളവരെ കണ്ട് അതുപോലെയാകണമെന്ന് ചിന്തിക്കരുത്. നമുക്കെപ്പോഴും നമ്മുടേതായ ഒരു ശൈലി ഉണ്ടായിരിക്കണം. മറന്നവരോട് പരിഭവമില്ല, പിരിഞ്ഞവരോട് പരാതിയില്ല. ജനിച്ചു വന്നതും മരിച്ചു പോകേണ്ടതും ഒറ്റയ്ക്ക് തന്നെയല്ലേ? അറിഞ്ഞുകൊണ്ട് അകലം പാലിക്കുന്നവരുടെ മുൻപിൽ അറിയാതെ പോലും ചെന്ന് കോമാളിയാകരുത്. അടുപ്പമുള്ളവരുടെ അടുപ്പത്തിൻ്റെയും അകലമുള്ളവരുടെ അകലത്തിൻ്റെയും അളവെത്രയെന്ന് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതിനനുസരിച്ച് അവരോട് ഇടപെടാമായിരുന്നു. നേടിയെടുക്കുന്നതിനേക്കാൾ ഭംഗിയുണ്ടാവും അത്രമേൽ ഇഷ്ടപ്പെട്ട ചില നഷ്ടപ്പെടലുകൾക്ക്. ശ്രദ്ധ കുറഞ്ഞാൽ തുരുമ്പ് കയറും, ഇരുമ്പിലായാലും ബന്ധങ്ങളിലായാലും. എന്തൊക്കെ നൽകിയാലും എത്രയൊക്കെ സ്നേഹിച്ചാലും പലരും നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതിന് കാരണം അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ശരിയായ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുകയോ അവയ്ക്ക് വേണ്ട മുഖ്യത്വം നൽകുകയോ ചെയ്യാത്തതുകൊണ്ടാണ്.